إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ട് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലൂടെ നമ്മോട് പറഞ്ഞു, മയ്യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫലൻ തജിദ് ലഹു വലിയ്യൻ മുർഷിദ. ആർക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴി കാണിക്കുന്നത്, ആരെയാണോ അല്ലാഹു ഹിദായത്തിലാക്കുന്നത്, അവനാണ് നേർമാർഗം പ്രാപിച്ചവൻ. ആരാണോ വഴികേടിലായത്, ഫലൻ തജിദ ലഹു വലിയ്യൻ മുർഷിദ, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ നേർവഴി കാട്ടുന്ന രക്ഷാധികാരിയായി അവന് മറ്റാരുമില്ല. സഹോദരങ്ങളെ, നന്മയിൽ സഞ്ചരിക്കുക, സൽക്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിരന്തരം മുന്നേറുക എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ പ്രത്യേകം നൽകുന്ന തൗഫീഖ് കൊണ്ട് മാത്രം ലഭിക്കുന്ന മഹത്തായ സൗഭാഗ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സൽക്കർമ്മങ്ങൾ, നാം ചെയ്തു കൂട്ടിയ നന്മകൾ, അത് സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നതിൻ്റെ അടയാളമാണ് ആ നന്മകളിൽ മുന്നേറാൻ പിന്നീട് അതിന് ശേഷവും തൗഫീഖ് ലഭിക്കുക എന്നുള്ളത്. റമളാനിലെ നമ്മുടെ ഒരു മാസക്കാലത്തെ അധ്വാനം, സൽക്കർമ്മങ്ങളിലുള്ള പരിശ്രമം, അത് സ്വീകാര്യയോഗ്യമായി എന്ന് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. പണ്ഡിതന്മാർ അത് നമ്മെ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞു, വമൻ യഹ്മദിർ റഹ്മാന ഫീ കുല്ലി ഹാലിഹി വദവാമ ഫീ മർദാതിഹി ഫമുവഫഖു. ആരാണോ ഏതവസ്ഥയിലും അള്ളാഹുവിനെ സ്തുതിക്കാൻ തൗഫീഖ് ലഭിക്കുന്നവൻ, അവനാണ് ഭാഗ്യം ലഭിച്ചവൻ. ആരാണോ എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ, അവനാണ് അള്ളാഹു സ്വീകരിച്ചവൻ. അവനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിച്ചിട്ടുള്ളത്. വമൻ ജാഹദ ശൈത്താന വന്നഫ്സ വൽ ഹവാ ഫദാക ലിമാ യർജു മിനൽ ഖൈരി അസ്ബഖു. ആരാണോ ശൈത്താനോടും സ്വന്തം ദേഹേച്ഛകളോടും തന്നിഷ്ടങ്ങളോടും ജിഹാദ് ചെയ്യുന്നവൻ, എക്കാലത്തും സ്വന്തം നഫ്സിൻ്റെ ദുഷ്പ്രേരണകൾ, പിശാചിൻ്റെ ദുർമന്ത്രണങ്ങൾ, അതുപോലെ തന്നെ സമൂഹത്തിൽ തനിക്ക് ചുറ്റും തന്നെ വരിഞ്ഞു മുറക്കുന്ന ദേഹേച്ഛകൾ, ഇതിനോട് പോരാട്ടം നടത്തുന്നവൻ, സംഘട്ടനത്തിലേർപ്പെടുന്നവൻ, ജിഹാദ് ചെയ്യുന്നവൻ ആരാണോ അവനാണ് നന്മയിൽ മുന്നിലെത്തുന്നവൻ, അവനാണ് പ്രതീക്ഷയ്ക്ക് വകയുള്ളവൻ എന്ന് മുൻഗാമികൾ പറഞ്ഞു. സഹോദരങ്ങളെ, റമളാനിന് ശേഷം നമ്മുടെ അവസ്ഥ ഇതാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുന്ന, അവന് നന്ദി ചെയ്യുന്ന, എപ്പോഴും അള്ളാഹുവിൻ്റെ തൃപ്തിയിലായി റമളാനിന് ശേഷവും തുടരാൻ സാധിക്കുന്ന അവസ്ഥയിലാണ്. ഫമുവഫഖു, അവനാണ് അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവൻ, റമളാൻ സ്വീകാര്യയോഗ്യമായവൻ.
സ്വന്തം നഫ്സിൻ്റെ ദുഷ്പ്രേരണകളോടും ശൈത്താൻ്റെ ദുർബോധനങ്ങളോടും സമൂഹത്തിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള അനിസ്ലാമികതകളോടും. എന്നാൽ നമ്മുടെ നഫ്സ് അതാഗ്രഹിക്കുന്നു, നമ്മുടെ മനസ്സ് കൊതിക്കുന്നു. അത്തരം കാര്യങ്ങളോടും അകന്നു നിൽക്കാൻ, ജിഹാദിലേർപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ നമ്മളാണ് തൗഫീഖ് ലഭിച്ചവർ എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞു. എന്നാൽ ഇതിന് നേരെതിരായ അവസ്ഥ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിക്കാത്ത, സൽക്കർമ്മങ്ങൾ ചെയ്തു കൂട്ടിയ നന്മകൾ വിഫലമായി പോയ, നിഷ്ഫലമായി പോയവരുടെ അവസ്ഥ മുൻഗാമികൾ പറഞ്ഞു, വഇദാ റഅയ്തൽ അബ്ദ യത്ബഉ നഫ്സഹു വഹവാഹു ഫഅലം അന്നഹുൽ ഖിദ്ലാനു. ഒരടിമയെ അവൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെയും ദേഹേച്ഛകളെയും പിൻപറ്റുന്നവനായി നീ കണ്ടാൽ അതാണ് ഏറ്റവും വലിയ ദൗർഭാഗ്യം. അള്ളാഹു കൈയൊഴിഞ്ഞവൻ്റെ അവസ്ഥ അതാണ്. അള്ളാഹു നന്മകൾ സ്വീകരിക്കാതെ പോയവൻ്റെ അവസ്ഥ അതാണ്. റമദാനിന് ശേഷം പഴയ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്ന അവസ്ഥ, റമദാനിന് ശേഷം മുൻപുള്ള ജീവിതത്തെക്കാൾ മെച്ചപ്പെടാത്ത അവസ്ഥ, തിന്മകളിലേക്കും സ്വന്തം നഫ്സ് മന്ത്രിക്കുന്നിടത്തേക്കും ശൈത്താൻ മാടി വിളിക്കുന്നിടത്തേക്കും സമൂഹത്തിൽ അനിസ്ലാമികതകളിലേക്കുമാണോ നമ്മുടെ സഞ്ചാരം? എങ്കിൽ ഫഅലം അന്നഹുൽ ഖിദ്ലാനു, അതാണ് അള്ളാഹു സ്വീകരിക്കാതെ പോയവൻ്റെ അടയാളം. അവൻ തന്നെയാണ് ഭാഗ്യം കെട്ടവൻ എന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് റമദാനിൽ നമുക്ക് അനുകൂലമായോ എന്ന് മനസ്സിലാക്കാനുള്ള പ്രധാനപ്പെട്ട അടയാളം അള്ളാഹു സുബ്ഹാനഹു വ തആല റമദാനിന് ശേഷവും നന്മയിൽ സഞ്ചരിക്കാൻ നമുക്ക് അവസരം നൽകുക എന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ തൗഫീഖ് നമ്മിൽ നിന്ന് അകലെയാണോ, അതല്ലെങ്കിൽ റമദാനിൽ നമ്മുടെ പരിശ്രമങ്ങൾ പാഴായിപ്പോയോ എന്നു മനസ്സിലാക്കാനുള്ള അടയാളം റമദാനിന് ശേഷം പഴയ ജീവിതത്തിലേക്ക് തന്നെ, പഴയ ജീവിതത്തെക്കാൾ മെച്ചപ്പെടാത്ത രൂപത്തിൽ തിന്മകളിലേക്ക് തന്നെ നമ്മൾ തിരിച്ചു നടക്കുന്നു എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവർ, റമദാൻ അനുകൂലമായവർ, അവരുടെ ഒന്നാമത്തെ അടയാളം പണ്ഡിതന്മാർ പറഞ്ഞു, അൽ ഇസ്തിംറാലു അല അമലിൽ ഖൈർ, നന്മകളിൽ തുടർച്ചയും സ്ഥിരതയും കൈവരിക്കാൻ അവർക്ക് സാധിക്കുമെന്നാണ്. റമദാനിൽ നേടിയെടുത്ത നന്മകൾ, റമദാനിൽ അവർ പരിശ്രമിച്ച ത്യാഗങ്ങൾ, സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള അധ്വാനങ്ങൾ, അതിൽ തുടർച്ചയും സ്ഥിരതയും നേടാൻ റമദാനിന് ശേഷം അവർക്ക് സാധിക്കുമെന്നാണ്. വദാവിം അലാ തഖ്വൽ ഇലാഹി വഇൽമിഹി തഫുസ് വതനൽ മിമ്മാ റജൗത ബഖിൻ ബഖിൻ എന്ന് മുൻഗാമികൾ പാടിയതായി കാണാം. നീ അള്ളാഹുവിനെ തഖ്വ ചെയ്യുന്നതിൽ സ്ഥിരതയോടെ നിലകൊള്ളുക, അവനെക്കുറിച്ചുള്ള അറിവിൽ നീ നിരന്തരം നിലകൊള്ളുക, എങ്കിൽ നീ പ്രതീക്ഷിക്കുന്ന നന്മകളെല്ലാം വെട്ടിപ്പിടിക്കാൻ, വിജയതീരത്തേക്കടുക്കാൻ നിനക്ക് സാധിക്കും. അതുകൊണ്ട് നന്മയിലും സുഹൃതങ്ങളിലും തുടർച്ച അനുഭവിക്കാൻ, വീണ്ടും നന്മയിലും സുഹൃതങ്ങളിലും സ്ഥിരതയോടെ സഞ്ചരിക്കാൻ നമുക്ക് റമദാനിന് ശേഷം സൗഭാഗ്യം ലഭിക്കുന്നുണ്ടോ, അവസരം ലഭിക്കുന്നുണ്ടോ? അത് നമ്മുടെ നന്മകൾ സ്വീകരിച്ചതിൻ്റെ അടയാളമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുന്ന് പറഞ്ഞുവല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നമ്മെ കേൾപ്പിച്ചുവല്ലോ, അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചാണെങ്കിലും നിലനിൽക്കുന്ന പ്രവർത്തനങ്ങളാണ്. റമദാനിൽ ധാരാളം നമ്മൾ ചെയ്തു കൂട്ടിയ, ഒരു മാസക്കാലം നമ്മൾ തുടർച്ചയായി നോമ്പെടുത്ത നോമ്പിൽ നിന്ന് മാസത്തിലൊരു 3 നോമ്പെങ്കിലും ഇനി അടുത്ത റമദാൻ വരെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നുവെങ്കിൽ, റമദാനിൽ ദിവസവും ഒരു ജുസ് നമ്മൾ ഓതി തീർത്തുവെങ്കിൽ, ഒരു പേജെങ്കിലും അടുത്ത റമദാൻ വരെ നമുക്ക് നിലനിർത്താൻ സാധിച്ചുവെങ്കിൽ, റമദാനിൽ ദിവസവും നമ്മൾ സ്വതക്ക ചെയ്തിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു സ്വതക്ക നിർവഹിക്കാൻ നമുക്ക് സാധിച്ചുവെങ്കിൽ, റമദാനിൽ 11 റക്അത്ത് ദിവസവും രാത്രി നിസ്കാരം നമ്മൾ നിർവഹിച്ചുവെങ്കിൽ, ഒരു 3 റക്അത്ത് വിത്തറെങ്കിലും കുറച്ചാണെങ്കിലും അടുത്ത റമദാൻ വരെ നമുക്ക് നിലനിർത്താൻ സാധിച്ചുവെങ്കിൽ, ഈ നന്മയിലുള്ള കുറച്ചാണെങ്കിലുമുള്ള തുടർച്ചയാണ്, സ്ഥിരതയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സഹോദരങ്ങളെ, മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഫലൈസത്തിൽ ഫളാഇലു ബികസ്റത്തിൽ അഅമാലിൽ ബദനിയ, ശാരീരികമായി നമ്മൾ ഒരുപാട് പ്രവർത്തനങ്ങൾ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നതിലല്ല ശ്രേഷ്ഠത, മറിച്ച് ലാകിൻ ബികൗനിഹാ ഖാലിസതൻ ലില്ലാഹ് സവാബൻ അലാ മുതാബഅത്തി സുന്ന വബികസ്റത്തി മആരിഫിൽ ഖുലൂബി വഅഅമാലിഹാ. ഹൃദയത്തെ സ്പർശിക്കുന്ന, ഹൃദയത്തിൽ ചെയ്യുന്ന നന്മ എന്താണ് എന്നറിഞ്ഞ്, അള്ളാഹുവിനെ അറിഞ്ഞ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ താല്പര്യങ്ങൾ അറിഞ്ഞ്, ഇഖ്ലാസുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കാണിച്ചു തന്നത് തന്നെയാണ് എന്നുറപ്പിക്കാവുന്ന ഇത്തിബാഉം ഇഖ്ലാസുമുള്ള
ഹൃദയസ്പർശിയായ അമലുകൾ, ആ അമലുകളിലാണ് കാര്യം. കുറേ ശരീരം കൊണ്ട് ചെയ്തു കൂട്ടുന്നതിലല്ല കാര്യം. ഫമൻ കാന ബില്ലാഹി അഅലം വബിദീനിഹി വബിഅഹ്കാമിഹി വശറാഇഹി, അല്ലാഹുവിനെ കുറിച്ചും അവന്റെ ദീനിനെ കുറിച്ചും അവന്റെ ദീനിന്റെ വിധിവിലക്കുകളെ കുറിച്ചും ഏറ്റവും നന്നായി അറിയുന്നവൻ ആരാണ്? വലഹു അഖ്ഫഹ് വഅഹബ് വഅർജ, അല്ലാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്നവൻ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ, അല്ലാഹുവിലേറെ പ്രതീക്ഷയുള്ളവൻ ആരാണോ ഫഹുവ അഫ്ളൽ, അവനാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമൽ അനുഷ്ഠിക്കുന്നവൻ, കുറച്ചാണെങ്കിലും. മിമ്മൻ ലൈസ കദാലിക വഇൻ കാന അക്സറ മിൻഹു അമലൻ ബിൽ ജവാരി, എന്നാൽ ഇതൊന്നുമില്ലാത്ത, ഇഖ്ലാസില്ല, ശരീരം കൊണ്ട് ധാരാളം പ്രവർത്തിക്കുന്നുണ്ട്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമില്ല, ശരീരം കൊണ്ട് ധാരാളം അധ്വാനിക്കുന്നുണ്ട്, അള്ളാഹുള്ള പ്രതീക്ഷയില്ല, അള്ളാഹുവിനോടുള്ള സ്നേഹമില്ല, ശരീരം കൊണ്ട് ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നത് തന്നെയാണോ ഞാൻ പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് ധാരാളമായി, അവരെക്കാൾ ഖൈറുള്ളവൻ ഈ പറഞ്ഞ നിലവാരമുള്ള ഹൃദയത്തിൽ ഇഖ്ലാസും പ്രവർത്തനങ്ങളിൽ ഇത്തിബാഉമുള്ള, അള്ളാഹുവിനെ ഏറ്റവും ഭയപ്പെടുന്ന, അവനെ ഏറെ സ്നേഹിക്കുന്ന, അവനിലേറെ പ്രതീക്ഷ അർപ്പിക്കുന്നവരുടെ കുറച്ച് അമലുകൾക്കാണ് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് എന്ന് മഹാനായ ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ നമ്മെ കേൾപ്പിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രവർത്തനങ്ങളുടെ പ്രത്യക്ഷത്തിലുള്ള രൂപത്തിലല്ല, മറിച്ച് അതിൻ്റെ അകത്തളങ്ങളിൽ ഉൾക്കൊള്ളുന്ന, പ്രവർത്തനങ്ങൾക്കുള്ളിൽ അന്തർലീനമായി കിടക്കുന്ന ഹഖായിഖുൽ ഈമാൻ, ഈമാനിന്റെ യാഥാർത്ഥ്യങ്ങളിലാണ്, ഇഖ്ലാസിലാണ്, ഇത്തിബാഇലാണ്, ഖൗഫിലാണ്, റജായിലാണ്, മഹബ്ബത്തിലാണ്, അള്ളാഹുവിനോടുള്ള ഭയത്തിലും പ്രതീക്ഷയിലും സ്നേഹത്തിലുമാണ് കാര്യം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ നന്മകളിൽ തുടരാൻ റമളാനിന് ശേഷം നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ, നമ്മുടെ റമളാനിലെ പരിശ്രമങ്ങൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ ഒന്നാമത്തെ അടയാളം അതാണ്. രണ്ടാമതായി ഞാൻ കേൾപ്പിക്കട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങൾ റമളാനിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളോടും അതുപോലെ തന്നെ ഈമാനിൻ്റെ താല്പര്യങ്ങളോടും നമ്മുടെ ജീവിതത്തിൽ റമളാനിന് ശേഷം ഇഷ്ടവും താല്പര്യവും വർദ്ധിക്കുന്നുവെങ്കിൽ റമളാനിലെ നമ്മുടെ പരിശ്രമങ്ങൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ രണ്ടാമത്തെ അടയാളം അതാണ്. റമളാനിന് ശേഷം റമളാനിൽ നമ്മൾ ചെയ്ത നന്മകൾ, സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ, അതിനോട് ഇഷ്ടം നഷ്ടപ്പെടാതെ കൂടുതൽ നന്മകളിലേക്ക് മുന്നേറാനുള്ള താല്പര്യവും അഭിനിവേശവും അഭിവാഞ്യയുമെല്ലാം ഹൃദയത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളകങ്ങളിലേക്ക് നമ്മളൊന്ന് സൂക്ഷ്മ നിരീക്ഷണം നടത്തി വിചാരണ ചെയ്താൽ നന്മകളോടുള്ള ഇഷ്ടം നമുക്ക് വർദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് റമളാനിൽ നമുക്ക് അനുകൂലമായി എന്നതിൻ്റെ രണ്ടാമത്തെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനെ പറ്റി പറഞ്ഞില്ലേ, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ വസയ്യനഹു ഫീ ഖുലൂബിക്കും വകറഹ ഇലൈക്കുമുൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഇസ്യാൻ ഉലൈക ഹുമുർ റാഷിദൂൻ. നേർമാർഗ്ഗം പ്രാപിച്ചവർ, അല്ലാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവർ സ്വഹാബത്ത്, അവരുടെ ഹൃദയങ്ങളിൽ ഈമാനും ഇസ്ലാമും നന്മയും സൽക്കർമ്മങ്ങളും ഭംഗിയുള്ളതായി തോന്നിപ്പിച്ചത് അല്ലാഹുവാണ്. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ നന്മകളോടും സുഹൃതങ്ങളോടും ഈമാനിനോടും ഇഷ്ടം വർദ്ധിച്ചിട്ടുണ്ടോ എങ്കിൽ നമ്മൾ നേർഭാഗം പ്രാപിച്ചവരാണ്, അള്ളാഹുവിൻ്റെ തൗഫീഖ് ലഭിച്ചവരാണ്, അള്ളാഹു സ്വീകരിച്ചവരാണ്. അള്ളാഹുവാണ് തിന്മകളോടുള്ള വെറുപ്പും കുഫ്റിനോടും തോതിവാസങ്ങളോടും തിന്മകളോടുമുള്ള വെറുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഇട്ടു തരുന്നത്. റമളാനിന് ശേഷം തിന്മകൾ കാണുമ്പോൾ, സംഗീതത്തിൻ്റെ അകമ്പടി അന്തരീക്ഷത്തിൽ ഉയരുമ്പോൾ, ഹറാമായ കാഴ്ചകളിലേക്കും സംസാരങ്ങളിലേക്കും ചിന്തകളിലേക്കും ഹൃദയം മാടി പിടിക്കുമ്പോൾ, സമൂഹം നമ്മെ അതിനുവേണ്ടി സ്വാധീനിക്കുമ്പോൾ അതിനോട് നമുക്ക് വെറുപ്പുണ്ടാകുന്നുണ്ടോ? തിന്മകളോടുള്ള വെറുപ്പ് ഹൃദയത്തിലുണ്ടോ എങ്കിൽ നമ്മൾ സ്വീകരിക്കപ്പെട്ടവരാണ് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് നന്മകളോടുള്ള ഇഷ്ടവും തിന്മകളോടുള്ള വെറുപ്പും വർദ്ധിച്ചിട്ടുണ്ടോ? റമളാനിന് ശേഷം ആ നിലവാരത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നുണ്ടോ? നമ്മുടെ നന്മകൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ രണ്ടാമത്തെ അടയാളം അതാണ്. മൂന്നാമത്തെ അടയാളം തൗബയാണ്. തൗബ എന്നത് വർഷാവസാനം റമളാനിൽ അവസാനത്തെ 10 കാഴ്ചവെച്ചതിന് ശേഷം പിന്നെ അടുത്ത റമളാൻ വരെ കാത്തിരിക്കുന്ന വാർഷിക പ്രവൃത്തിയല്ല, മറിച്ച് ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ നിത്യവും സംഭവിക്കേണ്ടുന്ന, അവൻ്റെ നിത്യശീലമാകേണ്ടുന്ന മഹത്തായ ഇബാദത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഒരു മജ്ലിസിൽ, ആ മജ്ലിസിൽ സന്നിഹിതനായി അവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് 70 തവണ, ചില റിപ്പോർട്ടുകളിൽ 100 തവണ അവിടുന്ന് അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി
എന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറും തൗബയും ഇരക്കാറുണ്ടായിരുന്നു എന്നാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പതിവായിരുന്നു ഇത്. അതുകൊണ്ട് തൗബ എന്നതൊരു മുസ്ലിമിന്റെ നിത്യജീവിതത്തിലെ നിത്യസംഭവമായിരിക്കണം. അതായുസിന്റെ ഉദ്യോഗമാണ്. അത് നിത്യജീവിതത്തിലെ ദിവസവും നമ്മൾ നിർവഹിക്കേണ്ടുന്ന ഇബാദത്താണ്. അതുകൊണ്ട് റമളാനിന് ശേഷം വീഴ്ചകൾ സംഭവിച്ചാൽ, തെറ്റുകളിലേക്ക് മാടി വിളിക്കപ്പെട്ടാൽ ഉടനടി തൗബ ചെയ്യാനും ഇസ്തിഗ്ഫാർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ടോ? റമളാനിലെ നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ മൂന്നാമത്തെ അടയാളം അതാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞതുപോലെ മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരു മനുഷ്യന്റെ സൗഭാഗ്യ ജീവിതത്തിന്റെ, അള്ളാഹു അവന്റെ തൗഫീഖ് അനുകൂലമായ അവന്റെ ജീവിതത്തിന്റെ ലക്ഷണങ്ങളിൽപ്പെട്ടതാണ് ഇദാ അദ്നബ ഇസ്തഗ്ഫർ. തെറ്റ് ചെയ്താൽ ഉടനടി ഇസ്തിഗ്ഫാർ ചെയ്യുക, തെറ്റിൽ നിന്ന് മടങ്ങുക, അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, തെറ്റിലേക്ക് ഇനി ഒരിക്കലും സഞ്ചരിക്കുകയില്ല എന്ന് ഉറപ്പിക്കുക. ഇതാണ് ആത്മാർത്ഥമായ തൗബ. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഇസ്തിഗ്ഫാർ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിൽ പലരെയും ഉപദേശിച്ചതായി കാണാം. അള്ളാഹുവിനെ നീ സദാസമയവും ഏതവസരത്തിലും സൂക്ഷിക്കണം, തഖ്വ ചെയ്യണം, ഹറാം ഒഴിവാക്കണം, നിർബന്ധമായ കാര്യങ്ങൾ പ്രവർത്തിക്കണം. രണ്ടാമതായി തിന്മകൾ സംഭവിച്ചാൽ ഉടനടി ആ തിന്മകളെ മായ്ക്കുന്ന നന്മകളിലേക്ക് നീ മുന്നേറണം. തിന്മകൾ സംഭവിച്ചാൽ തിന്മകൾ സംഭവിക്കും, മനുഷ്യരാണ്, തെറ്റുകൾ സംഭവിക്കും. ആ തിന്മകളെ മായ്ച്ചു കളയാനുള്ള ഒന്നാമത്തെ നന്മ തൗബ ചെയ്യുക എന്നതാണ്, ഇസ്തിഗ്ഫാർ ചെയ്യുക എന്നതാണ്. ചെയ്ത തെറ്റിന്റെ മേൽ അതിയായ ഖേദമുണ്ടായി, ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിച്ച് തെറ്റുകളുടെ സകല അംശങ്ങളും ജീവിതത്തിൽ നിന്ന് വേരോടെ പിഴുതെറിയുന്ന തൗബയും ഇസ്തിഗ്ഫാറും സംഭവിച്ചാൽ ആ ചെയ്ത തിന്മകൾക്കു പകരം ആ തിന്മകൾ മായ്ക്കപ്പെടുമെന്ന് മാത്രമല്ല, അതിനു പകരമായി അള്ളാഹു നന്മകൾ രേഖപ്പെടുത്തുമെന്നതാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ റമദാനിന് ശേഷം ഒരു തിന്മ സംഭവിച്ചാൽ, ഏത് രംഗത്താണെങ്കിലും ഇസ്ലാം വിലക്കിയ ഹറാമുകളിൽ നമ്മൾ വീണുപോയാൽ ഉടനടി അള്ളാഹുവിനെ ഓർമ്മ വരികയും തൗബയും ഇസ്തിഗ്ഫാറും ചെയ്യുകയും ആ തിന്മകൾ പരിഹരിക്കാൻ, അതിനെ മായ്ച്ചു കളയാൻ, നന്മകളിലേക്ക് മുന്നേറാൻ നമുക്ക് മനസ്സുണ്ടാകുകയും ചെയ്താൽ നമ്മുടെ റമളാൻ സാർത്ഥകമായി എന്നതിൻ്റെ മൂന്നാമത്തെ അടയാളമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നാലാമത്തെ കാര്യം, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിച്ചു, അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് അനുകൂലമായി എന്ന് വിലയിരുത്താൻ സാധിക്കുന്ന നാലാമത്തെ അടയാളം, അള്ളാഹുലേക്ക് ക്ഷണിക്കാൻ, നന്മകളിലേക്ക് ആളുകളെ പ്രബോധനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന സൽക്കർമ്മങ്ങളും സുഹൃതങ്ങളും നമ്മുടെ സഹജീവികൾക്ക് പകർന്നു നൽകാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ, ആ മനോവ്യാപാരവും ചിന്തയും നമുക്കുണ്ടാകുന്നുവെങ്കിൽ, അത്തരത്തിലുള്ള ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള ചിന്തയും പരിശ്രമവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ നാലാമത്തെ അടയാളം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവനേക്കാൾ മനോഹരമായ വാക്ക് പറഞ്ഞവനേക്കാൾ മറ്റാരാണുള്ളത്? അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനേക്കാൾ മനോഹരമായ വാക്കു പറഞ്ഞവൻ മറ്റാരാണുള്ളത്? വഖാല ഇന്നനി മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽപ്പെട്ടവനാണ്, ഞാൻ യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താവാണ്. ഇതാ ഞാൻ അനുഷ്ഠിക്കുന്ന സുഹൃതങ്ങൾ, ഇതാ ഇസ്ലാമിൻ്റെ നന്മ, ഇതാ തൗഹീദ്, ഇതാ സുന്നത്ത്, ഇതാണ് സുഹൃതങ്ങൾ, ഇതാണ് നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും മരിക്കാതെ സുഖിക്കാൻ സാധിക്കുന്ന സൗഭാഗ്യത്തിൻ്റെയും വിജയത്തിൻ്റെയും വാതിലുകൾ ഇതാണ് എന്ന് മാലോകരോട് പറയാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും ഉത്തമമായ വാക്കാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ ഇലക്ഷൻ്റെ തിരക്കാണ്. ആളുകൾ പല രാഷ്ട്രീയ പാർട്ടികളുടെയും കുടപിടിച്ച് വോട്ട് ചോദിക്കാൻ നടക്കുകയാണ്, അല്ലേ? ദുനിയാവിലെ ഐഹികമായ നമ്മുടെ നന്മകൾ നിലനിർത്താൻ മസ്ലഹത്തിന് സാധിക്കുന്ന ഒരു ഭൗതികമായ പരിപാടി, ഇതിലേക്ക് ക്ഷണിക്കാനും അതിനുവേണ്ടി ശബ്ദിക്കാനും താൻ അനുകൂലിക്കുന്ന പാർട്ടിക്ക് വേണ്ടി ഉച്ചൈസ്തരം ആളുകളെ ക്ഷണിക്കാനും നമ്മൾ എത്ര സാമർത്ഥ്യം കാണിക്കാറുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല വാക്ക് എന്ന് പറഞ്ഞ അല്ലാഹുവിലേക്ക് ക്ഷണിക്കാൻ, തൗഹീദിലേക്ക് ക്ഷണിക്കാൻ, തെളിവുകൾ കൊണ്ട് ബോധ്യപ്പെട്ട നന്മയിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, ആളുകൾക്കിടയിൽ പടർന്നു പിടിച്ച തിന്മകൾ, ശിർക്കെന്ന മഹാമാരി, ബിദ്അത്ത് ഇസ്ലാമിനകത്ത് നിന്ന് നശിപ്പിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം, ഹറാമുകൾ, ഇതിൽ നിന്ന് ആളുകളെ വിലക്കാൻ, നന്മയിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് എത്ര താല്പര്യമുണ്ട്, നമ്മൾ എത്ര പരിശ്രമിക്കുന്നുണ്ട്, നമ്മൾ എത്ര ബോധപൂർവം അതിനുവേണ്ടി പണിയെടുക്കുന്നുണ്ട്. നമുക്ക് സാധിക്കുന്ന രൂപത്തിൽ
ഞാനൊരു മുസ്ലിമാണ് എന്ന ഇസ്സത്തോടുകൂടി ഇസ്ലാമിനെ പ്രഖ്യാപിച്ച് മുസ്ലിമിന്റെ അന്തസ്സോടെ സ്വത്വബോധത്തോടെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ നമുക്ക് എത്ര സാധിക്കുന്നുണ്ട് സഹോദരങ്ങളെ? ഇത് അമ്പിയാക്കളുടെ ഉദ്യോഗമാണ്. ഇത് മഹാന്മാരായ മുർസലീങ്ങളുടെയും അമ്പിയാക്കളുടെയും പാരമ്പര്യമാണ്. അവരുടെ ദൗത്യമായിരുന്നു, അവരുടെ പ്രവർത്തനമായിരുന്നു, അവരുടെ ജീവിതത്തിൽ ദൗത്യമായിരുന്നു. അത് ഏറ്റെടുക്കാൻ, അതിൻ്റെ പാരമ്പര്യം മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? റമദാനിന് ശേഷം നമ്മൾ ചെയ്യുന്ന നന്മകളിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ, അത് മാലോകർക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? എങ്കിൽ അത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമായതിൻ്റെ 4ാമത്തെ അടയാളമായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വല്ലാഹി, അല്ലാഹു തന്നെ സത്യം, ലഅൻ യുഹ്ദാ ബിഹുദാക റജുലുൻ വാഹിദുൻ ഖൈറുൻ ലക മിൻ ഹുംറിൻ നിഅം. ഒരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ ദീനിലേക്ക്, അവൻ്റെ യഥാർത്ഥ ദീനിലേക്ക് സന്മാർഗം ലഭിച്ച്, ഹിദായത്ത് ലഭിച്ച് കടന്നു വരിക എന്നതാണ്. നിന്നെക്കൊണ്ട്, നിന്റെ പ്രവർത്തനം കൊണ്ട്, നിന്റെ പ്രബോധനം കൊണ്ട്, നീ നന്മ അറിയിച്ചത് കാരണമായി വഴികേടിലായ ഒരു മനുഷ്യൻ സന്മാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് വരിക എന്നത് ദുനിയാവിലെ, അന്നത്തെ കാലത്ത് അറബികൾക്കിടയിൽ ഏറ്റവും മുന്തിയ സമ്പത്തിന്റെ ശേഖരമായിരുന്ന ചുവന്ന ഒട്ടകങ്ങൾ ലഭിക്കുന്നതിനേക്കാൾ നിനക്ക് ഖൈറാണ്. ദുനിയാവിലെ ഏറ്റവും മുന്തിയ സമ്പത്തിന്റെ ശേഖരം നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് നീ പ്രബോധനം ചെയ്തത് കാരണമായി, നീ ക്ഷണിച്ചതു കാരണമായി, നീ നന്മ അറിയിച്ചത് കാരണമായി ഒരു വ്യക്തി ഇസ്ലാമിലേക്ക്, ഹിദായത്തിലേക്ക് കടന്നു വരിക എന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഈ സൗഭാഗ്യം നേടാൻ നമുക്ക് സാധിക്കണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഈ ചിന്തയെങ്കിലും നമുക്കുണ്ടാകണം. അങ്ങനെ സംഭവിച്ചാൽ അത് നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമാകുന്നതിൻ്റെ 4ാമത്തെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, 5ാമത്തെ കാര്യം തദക്കുറുൽ മൗത്ത്, മരണചിന്ത അധികരിക്കുക എന്നുള്ളത്. റമദാനിന് ശേഷം മരിക്കുമല്ലോ, അടുത്ത റമദാൻ വരെ ജീവിക്കാൻ എനിക്ക് സാധിക്കുമോ, അതിനു മുമ്പ് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്താണ് എൻ്റെ അവസ്ഥ? ഇങ്ങനെ മരണചിന്ത അധികരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉള്ളത്. അതല്ല, കഴിഞ്ഞ റമദാൻ അതെനിക്ക് ഫലവത്തായ രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു, ഇനിയും ഒരുപാട് റമദാനുകൾ ഞാൻ ജീവിച്ചേക്കും, അതുകൊണ്ട് അടുത്ത റമദാൻ വരേക്ക് കുറച്ചൊന്ന് കണ്ണടച്ചാൽ, കുറച്ചൊന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിലക്കിയ ഹറാമുകളിൽ നിന്ന് ആ ഹറാമുകളോട് ലാഘവബുദ്ധി കാണിച്ചാലും, ദീനിയായി കുറച്ചൊന്ന് ബാക്ക്വേർഡായാലും പ്രശ്നമില്ല എന്ന വഞ്ചനയുടെ, സ്വയം ആത്മാഭിമാനവും അത്ഭുതവും നന്മകളിൽ ആണ്ടുപോയി, താൻ ചെയ്ത നന്മകളിൽ ആത്മവഞ്ചനയിൽ അകപ്പെട്ട അവസ്ഥയിലാണോ എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമായതിൻ്റെ അടയാളം അതല്ല. മറിച്ച് മരണചിന്ത വർദ്ധിക്കുക, ഞാൻ ചെയ്ത നന്മകൾ, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോയെങ്കിലോ എന്ന ആശങ്കയുണ്ടാകുക, ഇത് പാഴായി പോയെങ്കിലോ, അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഈ നന്മകളെല്ലാം പ്രതിഫലം ലഭിക്കാത്ത ഫലശൂന്യമാകുന്ന പാഴ്വേലകളായി മാറിയെങ്കിലോ എന്ന ഭയമുണ്ടാകുക എന്നത് റമദാനിലെ പ്രവർത്തനങ്ങൾ സ്വീകാര്യയോഗ്യമാകുന്നതിൻ്റെ 5ാമത്തെ അടയാളമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമദാൻ സ്വീകാര്യയോഗ്യമാകുന്ന, അള്ളാഹു സ്വീകരിക്കുന്ന സൽക്കർമ്മങ്ങൾ അനുകൂലമാകുന്ന, നമുക്കനുകൂലമായി സാക്ഷ്യം പറയുന്ന, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖ് അനുകൂലമാകുന്ന, സ്വീകരിക്കപ്പെടുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ തൗഫീഖ് നമുക്ക് അനുകൂലമാകുന്നു. നമ്മുടെ പ്രവർത്തനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി പണ്ഡിതന്മാർ പറഞ്ഞ 6ാമത്തെ കാര്യം, നന്മകളിൽ തുടരുകയും ആ നന്മകളിലായി മരിക്കാൻ തൗഫീഖ് ലഭിക്കുകയും സംഭവിക്കുക എന്നുള്ളതാണ്. ഹുസ്നുൽ ഖാത്തിമ, നല്ല പര്യവസാനമുണ്ടാകുക എന്നുള്ളതാണ്. നോക്കൂ, നിങ്ങൾ എത്രയോ ആളുകൾ റമദാനിൽ നന്മകളിലായിരിക്കെ, സുജൂദിലായിരിക്കെ, നിസ്കാരത്തിലായിരിക്കെ, ഖുർആൻ പാരായണത്തിലായിരിക്കെ മരണപ്പെട്ടിരിക്കുന്നു. ഈ റമദാനിൽ വരെ, റമദാനിന് ശേഷം നേടിയെടുത്ത ആത്മചൈതന്യം അത് കൈമുതലാക്കി തിന്മകളോട് ഘാതഘാതം അകലം പാലിച്ച് നന്മകളിൽ മുന്നേറവെ മരിച്ചവർ. സഹോദരങ്ങൾ, ഈ അവസ്ഥ നമ്മൾ ആഗ്രഹിക്കണം, അതിനുവേണ്ടി ദുആ ചെയ്യണം. റമദാനിൽ നേടിയ ഈമാനും
അതുപോലെ തന്നെ തഖ്വയും ഇഖ്ലാസും അതെല്ലാം മരിക്കുവോളം നിലനിർത്താനും അതിലായി മരിക്കാനും നമ്മൾ അള്ളാഹുവിനോട് തേടണം, ദുആ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിഹി ഖൈറൻ ഇസ്തഅമലഹു ഖബ്ല മൗതിഹി. അള്ളാഹു ഒരു അടിമക്ക് നന്മയുദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവനെ മരണത്തിന് മുമ്പ് അള്ളാഹു ഉപയോഗപ്പെടുത്തുമെന്നാണ്. സഹാബത്തിന് സംശയം തോന്നി, എന്താണ് ആ പ്രയോഗം, എന്താണ് അള്ളാഹു ഉപയോഗപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുവഫിഖുഹു ലിഅമലിൻ സാലിഹിൻ സുമ്മ യഖ്ബദുഹു അലൈഹി. അവന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകും, എന്നിട്ട് അതിലായി അള്ളാഹു അവനെ പിടിക്കും, അവന്റെ റൂഹ് പിടിക്കും. അള്ളാഹു ഒരാൾക്ക് നന്മയുദ്ദേശിച്ചു എന്നതിൻ്റെ അടയാളമാണിത്. നോക്കൂ നിങ്ങൾ, റമദാനിലെ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിച്ചു, അത് നമുക്ക് നന്മയായി രേഖപ്പെടുത്തപ്പെട്ടു, ആ നന്മകൾ സ്വീകരിക്കപ്പെട്ടു എന്നതിൻ്റെ അടയാളമായി വിലയിരുത്താൻ സാധിക്കും. ആ നന്മകളിൽ തുടർച്ചയായി ജീവിക്കാനും അതിൽ നിരന്തരമായി സഞ്ചരിക്കാനും അതിലായി മരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചതിൻ്റെ അടയാളമാണ്. മറ്റൊരു ഹദീസിൽ കാണാം സമാനമായ പ്രയോഗം. ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ആശലഹു ഖബ്ല മൗതിഹി, അവന് മരണത്തിന് മുമ്പ് ആശലഹു എന്ന പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. സഹാബത്ത് ചോദിച്ചു, എന്താണ് ആശലഹു എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യുഫ്തഹു ലഹു അമലുൻ സ്വാലിഹുൻ ബൈന യദൈ മൗതി. മരണത്തിന് മുമ്പ് സൽക്കർമ്മങ്ങൾക്കുള്ള കവാടങ്ങൾ അള്ളാഹുവിനെ തുറന്നു കൊടുക്കും. ഹത്താ യർദ അൻ, അങ്ങനെ സൽക്കർമ്മങ്ങളിലായി ജീവിച്ചു മരിച്ച അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് അവൻ നന്മയിലായി അവസാനിക്കും. ഇങ്ങനെ അള്ളാഹു സൽക്കർമ്മങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുമെന്നാണ്. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, സമാനമായ മറ്റൊരു ഹദീസിൽ, അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ തഹ്ഹറഹു ഖബ്ല മൗതി, മരണത്തിന് മുമ്പ് അള്ളാഹു അവനെ ശുദ്ധീകരിക്കുമെന്നാണ്. സ്വഹാബത്ത് ചോദിച്ചു, വമാ തഹൂറുൽ അബ്ദ്, എന്താണ് ഈ ശുദ്ധീകരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമലുൻ സാലിഹുൻ യുൽഹിമുഹു ഇയ്യാഹു ഹത്താ യഖ്ബിദഹു അലൈഹി. അവന് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു തോന്നലുണ്ടാക്കി കൊടുക്കും, സൽക്കർമ്മങ്ങളിലേക്ക് അള്ളാഹുവിന് ബോധനം നൽകും. അങ്ങനെ നന്മയിലായി അവൻ ജീവിക്കും. ഹത്താ യഖ്ബിദഹു അലൈഹി, നന്മയിലായി അവന്റെ റൂഹ് അള്ളാഹു പിടിക്കുകയും അവൻ മരിക്കുകയും ചെയ്യും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് ഏറ്റവും വലിയ തൗഫീഖ്, ഇതാണ് ദുനിയാവിൽ നേടാൻ സാധിക്കുന്ന ഏറ്റവും വലിയ വിജയം, സൗഭാഗ്യം. നന്മയിലായി, സൽക്കർമ്മങ്ങളിലായി, ഈമാനിലായി, ഇസ്ലാമിലായി, തഖ്വയിലായി മരിക്കാൻ സാധിക്കുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. റമദാനിലെ നമ്മുടെ നന്മകൾ കൊണ്ട്, സുഹൃതങ്ങൾ കൊണ്ട്, സൽക്കർമ്മങ്ങൾ കൊണ്ട് നമ്മൾ വെട്ടിപ്പിടിക്കേണ്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം, നന്മയിലുള്ള തുടർച്ച, നിരന്തര സ്വഭാവം, അത് നമുക്ക് നല്ല പര്യവസാനം സമ്മാനിക്കുമാറാകട്ടെ. മുൻഗാമികളിൽ ചിലർ പാടിയതുപോലെ, വലാ അഅരിഫു തൗഫീഖ ഫിന്നാസി മിസ്ലമാ അറാഹു അയാനൻ ഇൻദ ഹുസ്നിൽ ഖവാതിമി. ഒരടിമക്ക് നന്മയിലായി മരിക്കാൻ സൗഭാഗ്യം ലഭിക്കുക എന്നതിനേക്കാൾ ഉന്നതമായ മഹിതമായ മറ്റൊരു നന്മയും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല എന്ന് മുൻഗാമികൾ ചിലർ പറഞ്ഞതുപോലെ, നമ്മുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ജീവിതം കൊണ്ടും ഇതാസ്വദിക്കാനും അനുഭവിക്കാനും അതിലായി മരിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم احفظ بلاد المسلمين. اللهم احفظ بلاد المسلمين. اللهم احفظ بلاد المسلمين. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. اللهم انصر إخواننا في كل مكان. اللهم يا حي يا قيوم برحمتك نستغيث أصلح لنا شأننا كله ولا تكلنا إلى أنفسنا طرفة عين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.